ഹിന്ദി നടിയും മോഡലുമായ ഷെഫാലി ജരിവാലയുടെ മരണത്തെ സംബന്ധിച്ച് ദുരൂഹത വർദ്ധിക്കുകയാണ്. മരണകാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല കുടുംബവും പോലീസും ആശുപത്രി അധികൃതരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ സഹായം വേണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു. ഇന്നലെ രാത്രി 10:30 ഷെഫാലി ജരിവാലയുടെ മുംബൈയിലെ അന്ധേരിയിലെ വീട്ടിൽ അവരെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 12 മണിയോടുകൂടി അവരെ ഭർത്താവ് പരാഗ് ത്യാഗിയും മറ്റൊന്ന് രണ്ട് പേരും, അതായത് വീട്ടിൽ തന്നെ സഹായത്തിന് നിൽക്കുന്നവരും ചേർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് ഡോക്ടർമാരിൽ നിന്നും ലഭിച്ചത്. 1 മണിയോടുകൂടി പോലീസിനെ വിവരം അറിയിച്ച് ആശുപത്രി അധികൃതർ തന്നെ ഈ മരണം സ്ഥിരീകരിച്ചു. പിന്നാലെ മുംബൈ പോലീസ് ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പും പുറത്തിറക്കി ഷെഫാലി ജരിവാലെ മരിച്ചു എന്നുള്ള കാര്യം. ഷെഫാലി 90കളിലൊക്കെ തന്നെ ഐറ്റം നമ്പറുകളിലും അതുപോലെ തന്നെ ഹിന്ദി സീരിയലുകളിലും എല്ലാം അഭിനയിച്ച് വളരെയധികം പ്രശസ്തി എടുത്ത ഒരാളായിരുന്നു. ബിഗ് ബോസിൻ്റെ ഹിന്ദി പതിപ്പിലെ 13ാം സീസണിലും അവർ പങ്കെടുത്ത് അതിലും വളരെയധികം പ്രശസ്തി എടുത്ത ഒരാളായിരുന്നു. ബോളിവുഡിലും ഹിന്ദിയിലും എല്ലാം തന്നെ വളരെ തിരക്കേറിയിട്ടുള്ള ഒരു മോഡലും നടിയുമെല്ലാമായിരുന്നു. അതുകൊണ്ട് ഈ അഭ്യൂഹങ്ങൾ, ഈ റൂമേഴ്സ് പടരുന്നത് വളരെ വേഗമായിരുന്നു. രാവിലെ ആയപ്പോൾ തന്നെ ഈ അന്ധേരിയിലെ വീട്ടിൽ, ഷെഫാലിയുടെ വീട്ടിൽ ഫോറൻസിക് സംഘവും പോലീസ് സംഘവും എത്തി പരിശോധന ആരംഭിച്ചു. അതിന് പിന്നാലെ 8 പേരുടെ, ഭർത്താവ് പരാഗ് ത്യാഗി ഉൾപ്പെടെ 8 പേരുടെ മൊഴിയെടുത്തു. ഒപ്പം ഈ വീട്ടിലെ പാചകക്കാരിയെയും അതുപോലെ ഒരു സഹായിയെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വലിയ ദുരൂഹതകളിലേക്കും അഭ്യൂഹങ്ങളിലേക്കും വഴിവെച്ചു. അതിനിടയിൽ ഒരു വാർത്ത പ്രചരിച്ചു, ഇവർക്ക് ഹൃദയസ്തംഭനമുണ്ടായി, അതിലൂടെയാണ് ഇവർക്ക് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യം. ഈ ഹൃദയസ്തംഭനത്തിലേക്ക് വഴിവെച്ചത് ആൻറ്റി ഏജിങ്, അതായത് വാർദ്ധക്യത്തെ തടയുന്ന, യുവത്വം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചികിത്സകൾ ഇവർ നടത്തിയിരുന്നു. അതാണ് ഇത്തരത്തിലുള്ള ഹൃദയസ്തംഭനത്തിലേക്ക് വഴിവെച്ചത് തുടങ്ങിയിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ അതെല്ലാം മുംബൈ പോലീസ് നിഷേധിക്കുന്നുണ്ട്. എന്താണ് മരണകാരണം എന്നുള്ളത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഭർത്താവ് പരാഗ് ത്യാഗി നൽകിയിരിക്കുന്ന മൊഴിയിൽ, പോലീസ് നൽകിയിരിക്കുന്ന മൊഴിയിൽ അവർ വ്യക്തമാക്കുന്ന കാര്യമുണ്ട്. ഈ ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ 1-2 തവണ ഷെഫാലിക്ക് അപസ്മാരം സംഭവിച്ചിരുന്നു എന്നുള്ള കാര്യം. പഴയ ഒരു ഇൻ്റർവ്യൂവിൽ ഷെഫാലി തന്നെ പറയുന്നുമുണ്ട്, അവർക്ക് 15ാം വയസ്സ് തൊട്ട് 1-2 തവണ ഈ അപസ്മാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് അതിൽ ഡോക്ടർമാരുടെ കൂടി വിദഗ്ധാഭിപ്രായം പരിഗണിച്ചായിരിക്കും എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരാൻ പോകുന്നത്. പക്ഷേ പല അഭ്യൂഹങ്ങളും ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുമുണ്ട്. നിലവിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അവിടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുകയും അത് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിശോധന തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ഫോറൻസിക്കിൻ്റെ അടക്കം ഇടപെടലുകൾ, ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന എല്ലാം തന്നെ വലിയ അഭ്യൂഹങ്ങളിലേക്കും വഴിവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാര്യം, ഇവർ വളരെ തിരക്കേറിയിട്ടുള്ളൊരു മോഡലായിരുന്നു, നടിയായിരുന്നു. 90കൾ മുതൽ തന്നെ ഹിന്ദിയിൽ സജീവമായി നിൽക്കുന്ന, അത് സിനിമയിലാണെങ്കിലും സീരിയൽ രംഗത്തും TV രംഗത്തും എല്ലാം തന്നെ സജീവമായി നിന്നിരുന്ന പല അഭ്യൂഹങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ള ഒരു നടിയാണ്, മോഡലാണ്. ഇതെല്ലാം തന്നെയാണ് ഈ പല റിപ്പോർട്ടുകൾ, പല അഭ്യൂഹങ്ങളിലേക്കെല്ലാം വഴിവെക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ പോലീസിൻ്റെയും ആശുപത്രി അധികൃതരുടെയും കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം മാത്രമാണ് എങ്ങനെ ഷെഫാലിയുടെ മരണം സംഭവിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വഴിതെളിക്കുക. ഹിന്ദി സിനിമാ ലോകവും സീരിയൽ ലോകവും ഒന്നടങ്കം ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയും ഷെഫാലിയുടെ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള സന്ദേശങ്ങൾ അയച്ചും രംഗത്തെത്തിയിട്ടുമുണ്ട്.